ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന ഹിറ്റ് സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് മേഘ്ന വിൻസെന്റ്. സീരിയലിലെ അമൃത എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് മേഘ്നയെ ഇന്നും മലയാളികൾ തിരിച്ചറിയുന്നത്. പിന്നീട് അന്യഭാഷയിലേക്ക് ചേക്കേറിയ നടി അവിടെ നിരവധി ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ചു. പിന്നാലെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നു എങ്കിലും മേഘ്നയ്ക്ക് കൂടുതലും താല്പര്യം അന്യഭാഷകൾ തന്നെയായിരുന്നു. കാരണം ജീവിതത്തിലെ ഒരു വലിയ മോശം സമയത്തിന് ശേഷമാണ് താരം ഇതെല്ലാം താണ്ടി പിന്നെയും അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയത്. മേഘ്ന വിൻസെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ മേഘ്ന എന്നും ഒരു നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയാണ്. മേഘ്നയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും നിഷ്കളങ്കയായ വളരെ ഹോംലി ആയ ഒരു പെൺകുട്ടിയാണ്. ജീവിതത്തിൽ ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടി. ഇപ്പോൾ തിരിച്ചുവരവ് ഡിപ്രഷനും ഒക്കെ താണ്ടിയായിരുന്നു. ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും അമ്മ ഒപ്പമുണ്ടായിരുന്നു എന്ന് മേഘ്ന പറയുന്നുണ്ട്. മേഘ്നയുടെ ഈ മടങ്ങിവരവ് നിരവധി ഹിറ്റ് സീരിയലുകളാണ് മേഘ്നയ്ക്ക് സമ്മാനിച്ചത്. എന്നാലും ഇപ്പോഴും അമൃത എന്ന് വിളിക്കുമ്പോൾ താൻ അറിയാതെ തിരിഞ്ഞു നോക്കാറുണ്ടെന്ന് മേഘ്ന പറയുന്നു. മേഘ്നയുടെ അടുത്ത സുഹൃത്താണ് നിഖിൽ. അമ്മയറിയാതെ എന്ന സീരിയലിലെ നായകനായി നമ്മുടെയൊക്കെ മനസ്സിൽ ചേക്കേറിയ നിഖിൽ. നിഖിലും മേഘ്നയും ഒരു സീരിയലിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്യഭാഷാ നടനാണ് നിഖിൽ. ഇപ്പോൾ ഒരു പരിപാടിക്കിടെ നിഖിലിനെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്ന മേഘ്നയുടെ വീഡിയോ ആണ് വൈറലായി മാറുന്നത്. താനൊരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുകയാണെന്നും തന്റെ കയ്യിൽ പണമില്ല, ഒരു 5000 രൂപ അയച്ചു തരുമോ എന്നും ചോദിക്കുന്നുണ്ട് മേഘ്ന. ഒന്നും പറയാതെ ഇപ്പോൾ തന്നെ അയച്ചു തരാം എന്ന് പറയുകയാണ് നിഖിൽ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ സൗഹൃദവും ആ നിഷ്കളങ്കമായ മനസ്സുമെല്ലാം ഇതിലൂടെ തുറന്നു കാണിക്കുന്നുമുണ്ട്. പറഞ്ഞൊരാളോ? മേഘനയുടെ കൂടെ അല്ല, പഠിച്ചേ അനൂപാണ് ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞത്. ഞാനാണ് അവൾക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കൊടുത്തതെന്ന്. എനിക്ക് പേരറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് കൺഫേം കൂടെ അറിയില്ല. പഠിച്ച ആളുടെ പേര് അറിയുന്നില്ലെന്നല്ലേ? കൂടെ പഠിച്ച കോളേജ് മേറ്റ് ആയിരുന്നു, ബട്ട് ഒരേ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ വരാന്തയിലൊക്കെ വെച്ച് കണ്ടിട്ട് അങ്ങനെയുള്ളൊരു ലവ് ലെറ്റർ ആയിരുന്നു. അനൂപിന്റെ അടുത്തത് സോറി പറഞ്ഞേക്കാം. അനൂപ് സോറി എന്ന് പറഞ്ഞേക്കൂ. എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ടോ? ഇന്നാണത് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണത് ഞാൻ അറിയുന്നത്. സോറി പറഞ്ഞേക്ക്, സോറി പറഞ്ഞേക്കൂ. ലവ് ലെറ്റർ അല്ലേ തന്നെ? ആ അതെ, ഒരു അല്ല നമ്മൾക്ക് ആളെ ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞേക്കാനാ പറഞ്ഞത്. ഒരു സോറി അല്ലേ? ഓ സോറിടോ. ആ ശരി, ഓക്കെ, വിട്ടേക്കൂ. ഇനി അടുത്ത ചക്കത്തിലെ 10ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ചില സൗഹൃദങ്ങൾ പാരയായി മാറിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ എന്താ ഇൻസിഡന്റ്? തികച്ചും പേഴ്സണൽ. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പക്കത്തിലേക്ക് പോവാം. അപ്പൊ പക്കത്തിലെയും ലാസ്റ്റ് ടാസ്ക് ആണ് കേട്ടോ. പ്രാങ്ക് ഒന്നെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ പ്രാങ്ക് കോൾ ചെയ്യണം, ഇപ്പൊ വിളിച്ചിട്ട് അവരെ പറ്റിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗിനകത്ത് എന്താ ഉള്ളതെന്നൊന്ന് കാണിച്ചു തരണേ. അത്രേ ഉള്ളൂ. ഹാൻഡ് ബാഗ് ഞാൻ സത്യമായിട്ട് എടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഏത് സെലിബ്രിറ്റീനെ വിളിച്ച് പറ്റിക്കും? ഒരു പ്രാങ്ക് കോൾ. ഗൗരി ഞെട്ടിപ്പോയി. ഞാനിപ്പോ വിളിച്ച കൊറേ നാളായി അവളെ വിളിച്ചിട്ട്. എന്താ ഏതെങ്കിലും ഒരാളെ ഞാൻ ആരെ വിളിക്ക? നിഖിലിനെയാ? ആ നിഖിലിനെ വിളിക്കാം. കിട്ടിയാ കിട്ടി. 25. ഹലോ, നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരുണ്ട്. ആ ആണോ? അല്ല, ഞാൻ എന്താന്നറിയോ ഞാൻ വിളിച്ചേ? ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. എന്റെ പേഴ്സ് കാണുന്നില്ല. അത് ആരോ കൊണ്ടുപോയോ എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ആ അപ്പോ എനിക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് എന്റെ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുമോ? എന്റെ കാർഡും ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു 5000 വേണമായിരുന്നു. ഹലോ, എടാ പ്രാങ്ക് ആയിരുന്നു. നീ ഞാനൊരു ഇന്റർവ്യൂല് ആക്ച്വലി. എന്നാലും നിന്റെ മനസ്സ് ഞാൻ സമ്മതിച്ചിട്ടോ. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ ഗൂഗിൾ പേ ഓപ്ഷൻ പോലും നീ ചോദിച്ചില്ലല്ലോ. നീ അയച്ചു തരാന്ന് പറഞ്ഞല്ലോ എന്തായാലും. സീരിയസ്ലി എന്താ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിൽ മൈൻഡിലുണ്ടായിരുന്നു. നിന്നെ പറ്റിക്കാൻ ഭയങ്കര സുഖാണല്ലോ.
ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഗൂഗിൾ പേ പോലും ചിന്തിച്ചില്ല. ഓ 50,000 ആണെങ്കിൽ ഇട്ടാറത്തില്ലായിരുന്നു അല്ലേ? ആ ഓഹോ, ആ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടാണ്. അതെ, കൂടെ രമ്യ ചേച്ചിയാണ് ഇന്റർവ്യൂർ. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. നീ ബിസി ആണോ, ഷൂട്ടിലാണോ? ഓക്കെ ഓക്കെ, അപ്പൊ 2 minutes. ഹായ് നിഖിൽ. ഹായ്, സുഖാണോ? ഐ എം ഗുഡ്. സുഖ. ഓക്കെ. ഏയ് വെറുതെ നമ്മള് മേഘനയുടെ അടുത്ത് പറഞ്ഞു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പം മേഘന ഇങ്ങനെ ആരെ വിളിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോ ഫസ്റ്റ് മേഘനയുടെ മനസ്സിൽ ഓക്കെ നിഖിലിനിട്ടും തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ സമ്മതിക്കണം കേട്ടോ നിഖിൽ, ഞങ്ങൾ എല്ലാരും എന്നാലും ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ, അപ്രീഷിയേറ്റ് ചെയ്യണു. പിന്നെ നിഖിലിന് ഓർമ്മയുണ്ട്, ഫസ്റ്റ് നിഖിൽ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തന്നത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓർമ്മയുണ്ടല്ലേ? അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആ ഓക്കെ, എന്തായാലും ശ്രീതു അല്ലേ ഇപ്പൊ പോയത് ബിഗ് ബോസില്? കൂടെ ഉണ്ടായിരുന്നു. ഹലോ, ശ്രീതു അല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ പോയതെന്ന് പറയതേ? ഓക്കെ, ഇവിടെ എല്ലാരും പറയും എനിക്ക് നമ്മൾ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഇവിടെ എല്ലാരും നമ്മുടെ ടെക്നിക്കൽ സൈഡില് നമ്മുടെ ക്യാമറ, നമ്മുടെ പ്രൊഡ്യൂസർ, ഇവരെല്ലാരും എപ്പോഴും പറയും നിഖിൽ വന്ന ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു, വളരെ പാവമാണ്, നല്ല ഒരു ചേട്ടൻ, നല്ലൊരു വളരെ നല്ല സംസാരം ഒക്കെ ഇവരെല്ലാരും പറയും, എപ്പോഴും ഇവര് പറയും നല്ല ഒരാളായിരുന്നു എന്ന്. ശരിക്കും എല്ലാവരുടെ അടുത്തും പറയാം കേട്ടോ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് വെരി ഫേമസ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ്, എന്താ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ്, ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആണോ? ഓ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും ഓക്കെ നിഖിൽ, അപ്പൊ നമുക്ക് കാണാം ഉടനെ തന്നെ. ഓക്കെ, ഒരു ദിവസം കാണാം. ഓക്കെ ശരി, ബൈ, താങ്ക് യു. മേഘനയ്ക്ക് ഒന്ന് കൊടുക്കാം. ഒരു സെക്കൻഡ്. അപ്പൊ ഓക്കേടാ. ഓ വേണ്ട എടാ, ഞാൻ പറയാൻ വിട്ടോ, ലൗഡ് സ്പീക്കറിലായിരുന്നേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പാവം. ശരിയടാ, ഞാൻ വിളിക്കാട്ടോ. ബൈ ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് ചക്കം പക്കം നല്ല രീതിയിൽ കളിച്ചു അല്ലേ? താങ്ക് യു. അല്ലേ, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ആൻസർ ചെയ്തു, ടാസ്ക് സൂപ്പർ ആയിട്ട് ചെയ്തു, ടാസ്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മേഘന വിൻസെന്റ് നമ്മൾ ഉടനെ തന്നെ അടുത്ത എന്തെങ്കിലും പരിപാടിയുമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു മേഘന. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. ചേച്ചിയുടെയും കൂടെ നല്ലൊരു ഫൺ ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഐ നെവർ ഫെൽറ്റ് ഒരു ആങ്കർ പോലെയോ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ക്വസ്റ്റ്യൻസ് പോലെ ഫീൽ ചെയ്തില്ല. നമ്മള് വീട്ടിലിരുന്ന് ചുമ്മാ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടി ഇത് സ്ഥിരം പറയുന്ന ഡയലോഗ് അത് എനിക്കറിയാം, വേറെ ഇന്റർവ്യൂലും ഞാൻ ഈ ഡയലോഗ് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അതെനിക്കറിയാം, മനസ്സിൽ നിന്നുള്ള വാചകങ്ങൾ മാത്രമേ മേഘന പറയാം. താങ്ക് യു മേഘന, താങ്ക് യു. വളരെ കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു ഡിംപിളിന്റേതും മേഘ്നയുടേതും. ഇരുവരും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഡിംപിളിന്റെ സഹോദരനെ മേഘ്നയ്ക്ക് വേണ്ടി ആലോചിക്കാൻ ഡിംപിളിന് ഒരു മടിയും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് ഈ വിവാഹബന്ധം വളരെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും വിവാഹബന്ധം വേർപെടുകയും ഒക്കെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള കഥകളൊക്കെ ഉണ്ടായി. എന്നാലും അതിനെല്ലാം മറികടന്ന് പിന്നെയും അഭിനയത്തിലേക്ക് വന്ന് ആ ഡിപ്രഷൻ എല്ലാം കൈകാര്യം ചെയ്യുകയായിരുന്നു മേഘ്ന.